വൈദികരുടെ തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നൈജീരിയയിൽ അടിയന്തര സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് കഫ്റ്റാൻ ബിഷപ്പ് ജൂലിയസ് യാക്കൂബ് അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നിർണായക നടപടികൾ സ്വീകരിക്കണമെന്നും 2021 മുതൽ എല്ലാ വർഷവും തന്റെ രൂപതയിൽ കുറഞ്ഞത് ഒരു അക്രമാസക്ത മരണമെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനുവരി മുതൽ 7 കത്തോലിക്ക വൈദികരെയാണ് നൈജീരിയയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ ബന്ദികളായി തടങ്കലിൽ ഇപ്പോഴും കഴിയുന്നവരുമുണ്ട്. വടക്കൻ നൈജീരിയയിൽ വൈദികരെ ആവർത്തിച്ച് ലക്ഷ്യം വെക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും കൊല്ലുകയും ചെയ്യുന്ന ഭയാനകമായ അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ പ്രസ്താവിച്ചു. ഈ ഹീനമായ കുറ്റകൃത്യം രാജ്യത്തെ അരക്ഷിതാവസ്ഥയെ കൂടുതൽ എടുത്തു കാണിക്കുകയാണെന്നും സംഘടന കൂട്ടിച്ചേർത്തു. ക്രൈസ്തവർക്ക് നേരെയുള്ള തുടർച്ചയായ പീഡനങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട നൈജീരിയയുടെ ദുർബല നേതൃത്വത്തെ അപലപിച്ച് അബൂജ ആർച്ച് ബിഷപ്പ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോർസ് വേൾഡ് വാച്ച് ലിസ്റ്റിൽ നൈജീരിയ 7ാം സ്ഥാനത്താണ്. ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളായ ബൊക്കോ ഹറാം, ISWAP, ഫുലാനി തീവ്രവാദികൾ എന്നിവർ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് 1.5 പതിറ്റാണ്ടിനിടെ 6 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.